ചിത്രകലാരംഗത്ത് പ്രോത്സാഹനമേകി പുതുകലാകാരന്മാർക്കായി റായ് സമ്മാനിക്കുന്ന ഫെലോഷിപ്പ് കൊച്ചി മേയർ വി.കെ. മിനിമോൾ വിതരണം ചെയ്തു. ചിത്രകലാരംഗത്തെ പ്രോത്സാഹനമേകി പുതുകലാകാരന്മാർക്കായി റായ് സമ്മാനിക്കുന്ന ഫെലോഷിപ്പ് കൊച്ചി മേയർ വി.കെ. മിനിമോൾ വിതരണം ചെയ്തു. നമുക്ക് ചെയ്യാൻ കഴിയുന്ന വലിയ കാര്യം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇതിൻ്റെ പിന്നിൽ കൃത്യമായ തയ്യാറെടുപ്പിലൂടെ ഞാൻ ഇവിടെ പറയുകയായിരുന്നു. അതൊരു 10-15 പേരിൽ നിന്ന് കേരളത്തിലെ 15 പേരെ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. ആ 15 പേരിൽ നിന്ന് 2 പേരിലേക്ക് എത്തിക്കുക എന്നുള്ളത് അതിലും വലിയ ടാസ്ക്കാണ്. അത് വളരെ കൃത്യമായ രീതിയിൽ ഭാവി തലമുറ കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ആവശ്യം അത് കണ്ടറിഞ്ഞ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായും ഈ വർഷം റായ് ഫെലോഷിപ്പിന് അർഹരായ 2 പേർക്കും പ്രത്യേകിച്ച് വനിതകൾ കൂടിയാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷം എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ തീർച്ചയായും കലാകാരന്മാർക്കൊപ്പം തന്നെയാണ്. ഞങ്ങൾ ആർട്ട് ആൻഡ് ക്യൂറേറ്ററായി ബോസ് കൃഷ്ണമാചാരിയെ ഞങ്ങൾ വെച്ചിട്ടുള്ളതും അതിനു വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ സംസ്കാരവും നമ്മുടെ പൈതൃകവും ഒക്കെ കലയിലും സാഹിത്യത്തിലും ഒക്കെ ഇഴുകി ചേർന്നുകൊണ്ട് തന്നെ നിൽക്കുന്ന ഒരു രീതിയാണ്. കേരളത്തിൽ പ്രത്യേകിച്ചും കൊച്ചി വളരെയേറെ അതിൽ ഇഴുകി നിൽക്കുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. എവിടെ ചെന്നാലും ലോകത്ത് എവിടെ ചെന്നാലും കൊച്ചിയെയും കൊച്ചിയുടെ ആ കലയെയും സംസ്കാരത്തെയും അറിയാത്തവരാരും ഉണ്ടാവില്ല. സംശയമൊന്നും വേണ്ട. കഥകളി നമ്മുടെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു കലാരൂപമാണ്. അത് ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ള കലാകാരന്മാരുടെ മനസ്സിൽ തീർച്ചയായും അത് പതിഞ്ഞിട്ടുണ്ടാവും. അത് അവരുടെ ക്യാൻവാസിലേക്ക് പകർത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ ഈ കൊച്ചിയുടെ സംസ്കാരവും. ചിത്രകാരികളായ ഷാദിയ C.K, കീർത്തി R എന്നിവരാണ് ഫെലോഷിപ്പ് ജേതാക്കൾ. കേരള ലളിതകലാ അക്കാദമിയുമായി സഹകരിച്ചാണ് റിസ്ക് ആർട്ട് ഇനിഷ്യേറ്റീവ് ഫെലോഷിപ്പ് നൽകുന്നത്. ഫോർട്ട് കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ റായ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷെഫീന യൂസഫ് അലി, ചീഫ് ക്യൂറേറ്റർ മീന വാരി എന്നിവർ സംസാരിച്ചു. How to support the art and culture sector ഒരു ഏരിയയിൽ മാമിന് നമുക്കും കുറേ പഠിക്കാനുണ്ട്. സോ താങ്ക് യു സോ മച്ച് മാം. ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. താങ്ക് യു. അതുപോലെ കേൽക്കയുടെ കേൽക്കയിൽ നിന്ന് വന്ന താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച് സേഴ്സ് ഫോർ ബീങ് ഹിയർ. നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല. നിങ്ങൾ കാരണമാണ് ഞങ്ങളിത് തുടങ്ങിയത് തന്നെ. ദ കേൽക്കി ആൻഡ് ദി എക്സ് ചെയർമാൻ മുരളി, ഞങ്ങളും മീനയും തമ്മിൽ ഉണ്ടായിരുന്ന ഒരു സംഭാഷണത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത്. വേർ ഇഫ് he said, I remember still Murli said, if you want in some way to give back to the art of Kerala, you have to recognize ഇവിടുത്തെ ആൾക്കാർക്ക് എന്താണ് വേണ്ടത്, ഈ യങ് ആർട്ടിസ്റ്റിന് എന്താണ് വേണ്ടത്, അത് റെക്കഗ്നൈസ് ചെയ്ത് അവർക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് വലിയൊരു കാര്യമാണ്. ഇതെൻ്റെ ഒരു ചെറിയൊരു അറ്റംപ്റ്റ് ആണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഇപ്പോൾ അടിയിൽ ഞാനൊരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവർ ചോദിച്ചു എന്നോട് 5 കൊല്ലത്തിൽ എന്തായിരിക്കും ഈ റായ് ഫെലോഷിപ്പ് എങ്ങനെയായിരിക്കും കാണുന്നത്. അത് ആക്ച്വലി എനിക്ക് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. ബിക്കോസ് ഇന്നത്തെ ആർട്ടിസ്റ്റിന് എന്താണ് വേണ്ടത് അതാണ് ഞാനിപ്പോൾ പ്രൊവൈഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. പക്ഷെ 5 കൊല്ലത്തിൽ ചിലപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ വേറെ ആയിരിക്കും. അപ്പോൾ അതുപോലെ മാറിക്കൊണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ് ഐ ബിലീവ് റായ് ഫെലോഷിപ്പ്. 5 കൊല്ലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 5 കൊല്ലത്തിൽ അന്നത്തെ ആർട്ടിസ്റ്റിന് എന്താണ് വേണ്ടത്, ഇത് തന്നെയാണ് വേണ്ടെങ്കിൽ വി വിൽ ബി ഏബിൾ ടു പ്രൊവൈഡ് ദിസ്. വേറൊരു കാര്യമാണ് വേണ്ടെങ്കിൽ വി ഷുഡ് ബി ഏബിൾ ടു പ്രൊവൈഡ് ദാറ്റ്. ചേഞ്ച് ചെയ്യാത്തൊരു ഓർഗനൈസേഷൻ, ആ ചേഞ്ചിനാണ് ഐ ബിലീവ് ആർട്ട് വേൾഡും ആർട്ടും അതാണ്. ദാറ്റ് ആ സമയത്തിന് വേണ്ടി മാറിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ആർട്ട്. അതേപോലെ ആർട്സ് ഓർഗനൈസേഷൻസും അങ്ങനെ മാറിക്കൊണ്ടിരിക്കണം എന്നാണ് എൻ്റെ പ്രതീക്ഷ. സോ അതിനാണ് എൻ്റെ അറ്റംപ്റ്റ്. ഐ തിങ്ക് sometimes the works might sell and give them back money, sometimes it won't. So they won't have that little extra to play with. So this kind of support then helps them to think larger, bigger. So that was one of the main reasons that we came into it. And like how Mayor spoke about and how Shifina spoke about the artworks itself. And the artwork, I feel as a contemporary artist, they speak of the times. And when people, even the press here, when you look at it, you will understand the time as of now. And every age they contribute. They contribute to the content. And that content, if you read what was 5 years ago, and if you look at the artists and their works, there's something for the society to learn.
So that's where art and artists becomes very important to the society. And so even in a big company to a smallest, it might not become at all connected with art, but they will all study art to enhance their own practice. It could be from medicine to science to anything. They all go back to art, and art always contributes. So that's always been my thing, and that's been our conversations all the ചിത്രരചന കലാകാരന്മാർക്ക് പ്രോത്സാഹനമേകുന്നതിനായി ഒരു കൂട്ടം യുവതികൾ ചേർന്നാണ് റായ് രൂപീകരിച്ചത്. ഇതിനകം കൊച്ചി, ദുബായ് എന്നിവിടങ്ങളിലായി 19ഓളം യുവ കലാകാരന്മാരുടെ ചിത്ര പ്രദർശനങ്ങൾ ഒരുക്കിയ റായ് കൂട്ടായ്മയുടെ 3ാമത് ഫെലോഷിപ്പാണിത്. കേരളത്തിൽ 100ലേറെ കലാകാരന്മാരിൽ നിന്നാണ് ഫെലോഷിപ്പ് ജേതാക്കളെ തെരഞ്ഞെടുത്തത്. കലാകാരന്മാർക്ക് ആഗോള വേദിയൊരുക്കുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ വർഷം ഫെലോഷിപ്പ് ജേതാക്കളായ മിബിൻ ഭാസ്കർ, യാസിർ എന്നിവരുടെ ചിത്ര പ്രദർശനം ഒരുക്കിയിരുന്നു. ചിത്രപ്രദർശനം ഒരുക്കി 16-ന് ചിത്രപ്രദർശനം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി. ഹലോ മക്കളെ, എന്താ വിശേഷം? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ അറേബ്യൻ മന്തിയാണ്. നല്ല മസാല അരച്ച് ഇറച്ചിയിൽ പുരട്ടി വെക്കും. ഒരു 3/4 മണിക്കൂർ ഇത് അങ്ങനെ ഇരിക്കട്ടെ. നെയ്യ് ചൂടാക്കി പട്ട, ഏലക്ക, ഗ്രാമ്പു, കുരുമുളക് എന്നിവ ഇടുക. അരിഞ്ഞു വെച്ച ഉള്ളി, തക്കാളി, മുളക് എന്നിവ ചേർക്കുക. വെള്ളം കുറഞ്ഞതിന് ശേഷം അരി ഇറക്കി വെച്ച് കൂടെ മസാല പുരട്ടി വെച്ച ചിക്കൻ അതിലേക്ക് ഇറക്കി വെക്കുക. ഇനിയാണ് മന്തി ആവുന്നതിന്റെ കുട്ടൻസ്. ഇത് കാണുമ്പോൾ തന്നെ ഒന്ന് കഴിക്കാൻ തോന്നും. ഇവിടെ മന്തി മാത്രമല്ല കേട്ടോ ഉള്ളത്. കാഫ് ചിക്കൻ, ചൈനീസ് ബിരിയാണി, ഷാർക്ക്, BBQ ചിക്കൻ തുടങ്ങിയ അറേബ്യൻ, ചൈനീസ്, അതുപോലെ നമ്മുടെ സ്വന്തം ഇന്ത്യൻ നാടൻ ഭക്ഷണങ്ങൾ വരെ നമ്മുടെ സ്വന്തം സോൾട്ട് റെസ്റ്റോറന്റ് ഉണ്ട്.